സ്കൂൾ പഠനകാലത്ത് ഒരു കാർ ലോഞ്ച് കാണാനായി ഷോറൂമിലെ തിരക്കിനിടയിൽ ഇടിച്ചു കയറി. സ്കൂൾ ബാഗും തൂക്കി നടക്കുന്ന നീ എങ്ങനെ കാർ വാങ്ങുമെന്ന് ചോദിച്ച് സെക്യൂരിറ്റി പുറത്താക്കി. അന്ന് വിചാരിച്ചതാണ് പൈസയുണ്ടാക്കി ഒരുപാട് കാർ വാങ്ങുമെന്ന്. തന്റെ ആഡംബര കാർ ശേഖരത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സി.ജെ. റോയ് പറഞ്ഞതാണ്. ചുരുക്കം ഇന്ത്യക്കാർക്കു മാത്രം സ്വന്തമായുള്ള ബുഗാട്ടി അടക്കം റോൾസ് റോയ്സ്, ഫെറാരി, ലംബോർഗിനി എന്നിങ്ങനെയുള്ള കാറുകളുടെ ശേഖരം അദ്ദേഹത്തിനുണ്ട്. ആദ്യ വാഹനമായ മാരുതി 800 വിൽക്കേണ്ടി വന്നെങ്കിലും പിന്നീട് 10 ലക്ഷം നൽകിയാണ് വീണ്ടും സ്വന്തമാക്കിയത്. 13 ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ സജീവമായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കാറുകൾ, ഗോൾഫിംഗ്, കായികാഭിനിവേശം, വ്യക്തിജീവിതം എന്നിവയെല്ലാം മലയാളികൾക്ക് പരിചിതമായിരുന്നു. റിപ്പബ്ലിക് ദിന സന്ദേശമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടിലെ അവസാന പോസ്റ്റ്. റിയാലിറ്റി ഷോയ്ക്ക് സമ്മാനമായി ഫ്ളാറ്റ് നൽകാമെന്ന വ്യത്യസ്തമായ ആശയവും അദ്ദേഹത്തിന്റേതാണ്. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല നേടിയെടുക്കാൻ കൂടിയുള്ളതാണെന്ന ആദർശമാണ് റോയിയുടെ വിജയത്തിനു പിന്നിൽ. ദീർഘവീക്ഷണത്തോടെയാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അതിനാൽ എവിടെയാണ് പാളിപ്പോയതെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ ആദ്യമെത്തുന്നത് ഒരു മുന്നറിയിപ്പാണ്. കമ്പനിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തട്ടിപ്പ്, നിയമവിരുദ്ധ പണസമ്പാദന പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്ന വ്യാജ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇതിൽ പറയുന്നു. ഇത്തരം തട്ടിപ്പുകളുമായി കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഉപഭോക്താക്കൾ തട്ടിപ്പിൽ പെടരുതെന്നും മുന്നറിയിപ്പിലുണ്ട്.